ഞാനും എൻ്റെ മക്കളും കൂടെ കടുവപ്പള്ളി വരെ പോയി യാസീനൊക്കെ ഓതി ദുആ ചെയ്ത് അവിടുന്ന് നേർച്ച കൊച്ചുങ്ങളെ ചോറ് കൊടുപ്പിനുള്ള പായസമൊക്കെ കിട്ടി 2-3 ഐറ്റം കിട്ടി. പിന്നെ ദുആ ചെയ്യാനൊക്കെ കൊടുത്തു. അതിൻ്റെ പങ്കൊക്കെ കിട്ടി. അതെല്ലാം മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഇനി പായസം കുടിക്കണം. 2 സൈസ് പായസം വരുന്നത്. പായസമൊക്കെ കുടിച്ച് 2 സൈസ് പായസം കിട്ടി. നല്ലതായിരുന്നു കുടിച്ച്. ഇനി നമ്മൾ പോവാനായിട്ട് ഇറങ്ങി. മോന് ഭയങ്കര ക്ഷീണം, വെള്ളം വേണമെന്നാണ് പറയുന്നത്. പിന്നെ വെള്ളം മേടിച്ചു കൊടുക്കാൻ വേറെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ മോളെ വീഡിയോ എടുപ്പാണ്. ഇനി കുറച്ച് നേരം ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരുന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. എൻ്റെ അനിയൻ നേരെ അവിടെ പോയി ഷിൻസ് എവിടെയെങ്കിലും ഇരുന്നു. പിന്നെ അവനെയും വിളിച്ചുകൊണ്ട് കുറച്ച് നേരം അവിടെ നടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നടന്ന് സ്ഥലങ്ങളെല്ലാം കണ്ട് നല്ല രസമാട്ടോ അതിലേക്കൂടെ ഇങ്ങനെ നടക്കാനും. പിന്നെ അതിലേ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാം. കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് പയ്യെ നടന്ന് പോവുകയാണ് ഞാനും എൻ്റെ അനിയനും. നമ്മളെയൊന്നും വേണ്ടാതെ എൻ്റെ ഉമ്മി എന്ന് പറയുന്നൊരു സാധനം എന്തോ മുമ്പേ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കടുവപ്പള്ളിയുടെ വെളിയിലെത്തി. പുറത്തെത്തിയപ്പോൾ തന്നെ കുറേ പട്ടും തിരിയൊക്കെ വെച്ചോണ്ടിരിക്കുന്ന അങ്കിൾമാരെയൊക്കെ കണ്ടു. അവസാനം ബസ് വന്നു, നമ്മൾ കയറി. ഉമ്മയ്ക്കും അനിയനും സീറ്റ് കിട്ടിയില്ല കേട്ടോ. എനിക്ക് കിട്ടി, ഞാൻ ഇരുന്നു. അവസാനം ഉമ്മയ്ക്കും കിട്ടി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബസ്സിൽ. ഞാൻ അവസാനം അവന് വെള്ളം മേടിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഉമ്മയുടെ ഇഷ്ട പലഹാരം കപ്പലണ്ടി മിഠായി അതും വാങ്ങി. പിന്നെ കുറച്ച് നോട്ട്സ്,